എന്താ നിധി, എന്താ ഉണ്ടായേ? നമ്മളെ കൊല്ലാനായിട്ട് ആരും ഈ മുറിയിൽ വന്നു. ആര് വരാൻ? ഇവിടെ അങ്ങനെ ആരും ഇല്ലല്ലോ. ഇല്ല, ഞാൻ കണ്ടതാ. ഒരാള് ഡോറ് തുറന്ന് അകത്തേക്ക് കയറി. ഡോറല്ലേ അടഞ്ഞു കിടക്കുന്നത്? വേണ്ടാത്തത് ഓരോന്ന് ആലോചിച്ച് കിടന്നിട്ടല്ലേ ഇങ്ങനെ ദുസ്വപ്നങ്ങൾ കാണുന്നത്. കുടിക്കാൻ വെള്ളം വേണോ? എനിക്ക് വെള്ളമൊന്നും വേണ്ട. എനിക്ക് പേടിയാവുന്ന ഗൗതം. എന്തിനാ പേടിക്കുന്നേ? നീ ഇപ്പോഴാ ബോംബിന്റെ ഓർമ്മയെന്ന് വിട്ടു മാറിയിട്ടില്ലല്ലേ? ആ സ്ത്രീ വന്ന് കയ്യിൽ നിന്ന് പാവ വാങ്ങി ദൂരേക്ക് എറിഞ്ഞില്ലായിരുന്നെങ്കിൽ എന്ത് സംഭവിക്കുമായിരുന്നു? എന്ത് സംഭവിക്കാൻ? ആ സമയം കൊണ്ട് നീ ഞാനും കാറിൽ കയറിയാനെ. കൃത്യസമയത്ത് ബോംബ് പൊട്ടിയാനെ. നമ്മൾ രണ്ടുപേരും ഒരുമിച്ച് തീർന്നേനെ. അപ്പോഴും ഒരു ആശ്വാസം ഉണ്ടേ. ചത്താലും നമ്മൾ ഒരുമിച്ചല്ലേ ചാവുന്നത്. വെറുതെ തമാശ പറയല്ലേ ഗൗതം. ഗൗതം വരാൻ അല്പം താമസിച്ചിരുന്നെങ്കിലോ, ഞാൻ തനിച്ചങ്ങ് മരിച്ചു പോയിരുന്നെങ്കിലോ, അപ്പൊ എന്ത് ചെയ്യുമായിരുന്നു? നിധി, ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയല്ലേ. അങ്ങനെയൊക്കെ ചിന്തിക്കാൻ പോലും എനിക്ക് പറ്റുമോ? കഴിഞ്ഞതെല്ലാം കഴിഞ്ഞില്ലേ നിധി. അത് തന്നെ ഓർത്ത് വീണ്ടും വീണ്ടും ഇങ്ങനെ പേടിക്കാൻ തുടങ്ങിയ എന്ത് ചെയ്യും? നീ ഒന്ന് കൂളാവ് പ്ലീസ്. ആ CKC ഇതിലൊന്നും ഒതുങ്ങി കളയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. തോൽക്കും തോറും പക കൂടുന്നവനാ. ഇനിയും അടുത്ത തന്ത്രമായിട്ട് അയാൾ വരും. ഭാവനയിൽ ഇങ്ങനെ ഓരോന്ന് ഗണിച്ചെടുക്കല്ലേ നീ. അങ്ങനെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. ഇല്ല ഗൗതം, നടക്കും. എന്തെങ്കിലും അയാൾ അയാളുടെ ലക്ഷ്യം കാണും. നമ്മളെ രണ്ടുപേരെ അയാൾ കൊന്നുകളയും. നടക്കാൻ പാടില്ലാത്ത എന്തോ സംഭവിക്കാൻ പോവാന്ന് എന്റെ മനസ്സ് പറയുക. അതാ ഇങ്ങനെ ദുസ്വപ്നമൊക്കെ കണ്ടത്. എനിക്ക് വല്ലാതെ പേടി തോന്നുക ഗൗതം. നോക്കുന്നതി, CKC എന്തൊക്കെ പ്ലാൻ ചെയ്താലും ദൈവം അതിനൊന്നും കൂട്ടു നിൽക്കില്ല. ആ സ്ത്രീയെ ദൈവമല്ലേ നിധി നമ്മുടെ അടുത്തേക്ക് അയച്ചത്. നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ദൈവം. നീ ധൈര്യമായിട്ടിരിക്കേ. ഞാനിതൊന്നും തമാശക്ക് പറഞ്ഞല്ല. മരണം എൻ്റെ ആയാലും നിന്റെ ആയാലും അത് ഒരുമിച്ചേ നടക്കൂ. എന്നും നമ്മൾ ഒരുമിച്ച് തന്നെയായിരിക്കും. ഇന്ന് ദുസ്വപ്നം കണ്ടത് അങ്ങനെ ഒന്നിന്റെയും സൂചനയൊന്നുമല്ല. അതിന് വേറൊരു കാരണമുണ്ട്. എന്ത് കാരണം? ഇന്ന് സ്വപ്നം കാണുന്ന നേരത്ത് നീ എന്റെ നെഞ്ചിൽ ചേർന്നല്ല കിടന്നത്. അതുകൊണ്ടാ ദൈവം ദുസ്വപ്നം കാണിച്ചത്. ബെസ്റ്റ്. ടെൻഷന്റെ ഇടയിൽ ഇതിനൊന്നും ഒരു കുറവുമില്ല. ഒന്ന് പോയവിടുന്ന്. അതെ, ഈ നെഞ്ചി ചാഞ്ഞു കിടന്നുറങ്ങിക്കോ. എന്തിനാ നോക്കുന്നേ? വാടൂ. നമുക്കിനി ഇത് വെച്ച് നീട്ടാൻ പറ്റില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രശ്നം. 3 മാസത്തിനുള്ളിൽ കുട്ടികളെ മാറ്റിപ്പാർപ്പിക്കണമെന്നാണ് മുനിസിപ്പാലിറ്റി നോട്ടീസ് തന്നിരിക്കുന്നത്. അതിനുള്ളിൽ പുതിയൊരു കെട്ടിടം ഉണ്ടാക്കുക എന്നൊക്കെ പറഞ്ഞാൽ നടക്കുന്ന കാര്യമാണോ സാറേ? നടന്നല്ലേ പറ്റൂ, വേറെ വഴിയില്ലല്ലോ. സാവകാശം ചോദിച്ച് നമുക്ക് മുനിസിപ്പാലിറ്റിയിലേക്ക് ഒരു പരാതി കൊടുത്താലോ? അത് നടക്കുന്ന കാര്യമാണ്. പക്ഷേ മുനിസിപ്പാലിറ്റിയുടെ എഞ്ചിനീയേഴ്സ് പരിശോധന നടത്തി കെട്ടിടം സുരക്ഷിതമല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് നമ്മുടെ കുഞ്ഞുങ്ങളെ ഇനിയും പാർപ്പിക്കുന്നത് സുരക്ഷിതമല്ലല്ലോ. അത് നമ്മുടെ ആവശ്യമാണ്. അപ്പൊ പിന്നെ എത്രയും പെട്ടെന്ന് പുതിയ കെട്ടിടത്തെ കുറിച്ച് ഞാൻ ആലോചിക്കാം. അവിടെയാണല്ലോ പ്രശ്നം. ഏറ്റവും കുറഞ്ഞത് ഒരു 50 ലക്ഷം രൂപയെങ്കിലും ഇല്ലാതെ കെട്ടിടം പണി തീർക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമുക്ക് പൊതുജനങ്ങളിൽ നിന്ന് ഫണ്ട് സ്വരൂപിക്കാൻ എന്തെങ്കിലും ഒരു വഴി ആലോചിച്ചാലോ? കാശ് കിട്ടുമെന്നേ. സാർ ഒന്ന് കൂടെ നിന്ന് തന്നാ മതി, ബാക്കി ഞാൻ നോക്കിക്കോളാം. ഈ കാരുണ്യ അനാഥാലയം അങ്ങനെ ഒരു പിരിവ് ഇതുവരെ നടത്തിയിട്ടില്ല. എന്തെങ്കിലും ഡൊണേഷൻ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് ഈ പ്രസ്ഥാനത്തോട് താല്പര്യം തോന്നി സഹായിക്കുന്നവരിൽ നിന്ന് മാത്രമാണ്. അങ്ങനെയാണെങ്കിൽ ആ വഴി നോക്കിയാലോ? പ്രധാനപ്പെട്ട കുറെ ആൾക്കാരെ സെലക്ട് ചെയ്ത് അവരെ നമുക്ക് ഒരുമിച്ച് പോയെന്ന് കാണാം. അതാവുമ്പോ പിന്നെ ഒരു പിരിവെടുക്കലിന്റെ അലച്ചിലും ഇല്ല. ഇപ്പൊ സാധ്യമായ ഒരേ ഒരു വഴി അതാ. ഈശ്വരമംഗലത്തെ ഗോപിനാഥൻ സാറിനെ കണ്ടാൽ നന്നായിട്ടൊന്ന് സഹായിക്കും. എങ്കിൽ പിന്നെ ഇന്ന് തന്നെ നമുക്ക് ഈ പറഞ്ഞ ആളുകളുടെ വീട്ടിലേക്ക് പോവാം. പറ്റുമെങ്കിൽ പുള്ളിയെ കൊണ്ട് തന്നെ മുഴുവൻ അങ്ങ് പണിയിക്കാന്നേ. എന്നിട്ട് പുള്ളിയുടെ സംഭാവന എന്നൊരു ബോർഡും വെക്കാം. അത് വേണ്ട സേതുമാധവ, എല്ലാവരും കൂടി പോയാൽ അവിടെ കാര്യം വർക്കൗട്ട് ആവില്ല. നമുക്ക് ഒന്നിച്ചു പോയി കാണേണ്ടവരുടെ ലിസ്റ്റ് വേറെ തയ്യാറാക്കാം. ഗോപി സാറിനെ ഞാനും കോണ്ടാക്ട് ചെയ്തോളാം. എങ്കിൽ പിന്നെ വെച്ച് താമസിക്കണ്ട, ഇപ്പൊ തന്നെ വിളിക്ക് സാറേ. അത് വിളിച്ചാൽ ശരിയാവില്ല. ഞാൻ നേരിട്ട് പോകാം. ഈശ്വരമംഗലത്തിൽ എന്ന് ഗോപിനാഥൻ സാറിനെ നേരിട്ടൊന്ന് കാണാം.
ഹലോ സാർ. ഞാൻ സാറിനെ രാവിലെ വിളിച്ചിട്ടുണ്ടായിരുന്നല്ലോ. അതെ സാർ, എനിക്ക് സാറിനെ നേരിട്ട് കണ്ടിട്ടൊരു ആവശ്യമുണ്ടായിരുന്നു. സാർ, ഞാൻ സാറിന്റെ കാല് പിടിക്കാം. ഏയ്, സാർ ദയവ് കാണിക്കണം. എന്റെ മോന്റെ പേരെന്താന്ന് സാറിന് അറിയോ? ഗൗതം. 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 ഇവളെന്തിനാ ഇങ്ങനെ പേടിച്ചു നിൽക്കുന്നത്? സോമരാജൻ സാറിനെ കണ്ട ആകെ പ്രശ്നമാവുമല്ലോ. എന്ത് ചെയ്യും? ഇവളെന്തിനാ പേടിച്ചോടിപ്പോയി? ശരി സാർ. നമസ്കാരം. നമസ്കാരം. ഞാൻ ഗോപിനാഥ സാറിനെ ഒന്ന് കാണാൻ വന്നതാ. അതിന് അങ്കിളിവിടെ ഇല്ലല്ലോ. കുറെ നാളായിട്ട് ഹൈദരാബാദില്. ഓ, പാർവതി ഉണ്ടോ? പാർവതിയെ കണ്ടാലും മതി. ആന്റി ഉണ്ട്, ഞാൻ വിളിക്കാം. വരൂ. ഓ, ഇരിക്കൂട്ടോ. കുട്ടി ആരാ? ഗൗതമിന്റെ ഭാര്യയാണോ? അല്ല, ഞാൻ രണ്ടാമത്തെ മകന്റെ ഭാര്യ ശിവാനി. ഓ, അത് ശരി. ഞാൻ ആന്റിയെ വിളിക്കാം. ഇരിക്കും. മോളെ, കുടിക്കാൻ കുറച്ച് വെള്ളം തരുമോ? പച്ചവെള്ളം മതി. കൊണ്ടുവരാം. ഇരിക്കും. അതെ, അവിടെ ഹോളിൽ ഇരിക്കുന്ന ആൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുത്തേക്ക്. അല്ല, ഞാൻ ആരും ഒന്നൊന്ന് ആന്റിയോട് പറയേണ്ടത്? ഞാൻ കാരുണ്യ അനാഥാലയത്തിന്റെ ചെയർമാനാ. പേര് സോമരാജൻ. പറഞ്ഞാ പാർവതിക്ക് മനസ്സിലാവും. അല്ല, എന്തിനു വന്നോന്നാ പറയേണ്ടത്? അനാഥാലയത്തിന്റെ ഒരു കാര്യം പറയാനാ. മോളൊന്ന് വിളിക്കുവോ? ഞാൻ വിളിക്കാം. വെള്ളം ഇപ്പൊ കൊണ്ടുവരേ. ഓ, നിർമ്മല, വെള്ളം എടുത്തു കൊടുത്തേ. അമ്മേ പറ. വെള്ളം ഇപ്പൊ അങ്ങോട്ട് ചെന്ന സോമരാജൻ സാർ എന്നോട് എന്തെങ്കിലുമൊക്കെ ചോദിക്കും. ശിവാനിക്കെല്ലാം മനസ്സിലാവുകയും ചെയ്യും. എന്ത് ചെയ്യും?